ഹായ്. അപ്പോൾ ദേ നമുക്കിന്ന് ഈ ഇൻവിസിബിൾ ചെയിൻ ഒന്ന് ചെയ്തെടുത്താലോ? അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഗിയർ വയറാണ് എടുക്കുന്നത്. നമ്മുടെ കഴുത്തിൻ്റെ സൈസിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ. നിങ്ങൾക്ക് ലെങ്ത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഗിയർ വയറിൻ്റെ ലെങ്ത്ത് കൂട്ടാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ദേ ഇതുപോലൊരു പെൻഡൻ്റാണ്. ഈ പെൻഡൻറ്റ് ഞാൻ തന്നെ ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് ബീഡ്സ് ആണ്. അത് കഴിഞ്ഞ് ഗോൾഡൻ ബീഡ്സ് വേണം. പിന്നെ ഗിയർ ലോക്ക് ബീഡും കൂടെ വേണം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ആ ഗിയർ വയറിൻ്റെ ഒരു എൻഡ് എടുത്തിട്ട് ദേ ഗിയർ ലോക്ക് ബീഡ് ഇട്ട് കൊടുക്കണം. ഞാൻ ഗിയർ ലോക്ക് ബീഡ് ഇട്ടിട്ട് ആ എൻഡ് ഒന്ന് വളച്ചു കൊടുക്കണം. വളച്ചിട്ട് ഒരു ലൂപ്പ് മാതിരി ആക്കിയിട്ട് ഈ ഇട്ട് കൊടുത്ത ഗിയർ ലോക്ക് ബീഡ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഈ വീഡിയോയിൽ കാണുന്ന മാതിരി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അവിടെ ഒന്ന് പ്ലയർ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഗിയർ ലോക്ക് ബീഡ് കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതാ പ്ലയർ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ അതെ ഇതുമാതിരി പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ മുത്തുകളും കോർത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് മറ്റേ എൻഡ് എടുത്തിട്ട് ആദ്യം തന്നെ ഒരു ഗിയർ ലോക്ക് ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെ ഗിയർ ലോക്ക് ബീഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗോൾഡൻ ബീഡ്. അപ്പോൾ അതേ ഗോൾഡൻ ബീഡ് ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് ബീഡ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് വേണം. പിന്നെ ആ ഒരു സെറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് ഒരു ഗിയർ ലോക്ക് ബീഡ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതേ മാലയുടെ മുത്തുകളുടെ ഒരു സെറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റിന് വീണ്ടും ഒരു ഗിയർ ലോക്ക് ബീഡ് ഇട്ടു. പിന്നെ ഒരു ഗോൾഡൻ ബീഡ് ഇട്ടു. പിന്നെ ഒരു വൈറ്റ് ബീഡ് ഇട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ പെൻഡൻ്റ് ഇട്ടു. അപ്പോൾ അതേ ഇതുമാതിരി നമ്മുടെ പെൻഡൻറ്റും കൂടെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ഒരു വൈറ്റ് ബീഡ് ഇടണം. അപ്പോൾ അതേ വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗോൾഡൻ ബീഡും ഒരു ഗിയർ ലോക്ക് ബീഡും കൂടെ ഇടണം. അങ്ങനെ നടുക്കിലത്തെ സെറ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനത്തെ മുത്തുകളുടെ സെറ്റും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ഗിയർ ലോക്ക് ബീഡ് ഇട്ടു. ഇനി നമുക്കൊരു ഗോൾഡൻ ബീഡ് വേണം. പിന്നെ അത് കഴിഞ്ഞ് ഒരു വൈറ്റ് ബീഡ് വേണം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് ഇടണം. പിന്നെ ഒരു ഗിയർ ലോക്ക് ബീഡ് ഇട്ടിട്ട് ആ സെറ്റും നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ആ സെറ്റും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാലയുടെ എൻഡ് ക്ലോസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ഗിയർ ലോക്ക് ബീഡ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ദേ എൻഡ് ഒന്ന് വളച്ചു കൊടുത്തു. എന്നിട്ട് ആ ഇട്ട് കൊടുത്തിട്ടുള്ള ഗിയർ ലോക്ക് ബീഡ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മൾ ആദ്യം ചെയ്തെടുത്തില്ലേ അതുമാതിരി അവിടെ ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. അപ്പോൾ ദേ ഞാൻ അവിടെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ ഇതുമാതിരി നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ദേ നമ്മുടെ മാലയുടെ ലുക്ക് ഇങ്ങനെ ആയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ സെറ്റുകളും തിരിച്ചു കൊടുക്കണം. എന്നിട്ട് അവിടെ പ്ലയർ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെ അതിനായിട്ട് ഞാൻ സെൻറ്ററിൽ ആ പെൻഡൻറ്റ് വരുന്ന പോർഷൻ സെൻറ്ററിലായിട്ട് വരണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗിയർ വയർ ഒന്ന് സെൻറ്റർ എവിടെയാണെന്നുള്ളത് ലൊക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സെൻറ്ററിൽ വരുന്ന പോർഷൻ ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ട് എൻഡ്സിലുള്ള ആ ഗിയർ ലോക്ക് ബീഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതേ ഇതുമാതിരി പ്രസ് ചെയ്തു. അപ്പോൾ നമ്മുടെ പെൻഡൻ പോർഷൻ സെറ്റായിട്ടുണ്ട്. ഇനി രണ്ട് എൻഡിലും വരുന്ന ബീഡിൻ്റെ പോർഷനും കൂടെ നമുക്കൊന്ന് ഇതേമാതിരി ചെയ്തെടുക്കണം. അപ്പോൾ ദേ ഞാൻ ലൊക്കേറ്റ് ചെയ്തെടുക്കുകയാണ്. എവിടെയായിട്ടാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അവിടെ പ്രസ് ചെയ്ത് കൊടുത്തു ആ ഗിയർ ലോക്ക് ബീഡ്. ഇതേപോലെ ആ സെറ്റിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ഗിയർ ലോക്ക് ബീഡ് ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. അപ്പോൾ ദേ രണ്ട് സൈഡും ഞാൻ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ലെഫ്റ്റ് സൈഡിലും ഈക്വൽ ഡിസ്റ്റൻസ് ഇട്ടിട്ട് ദേ ഞാനിവിടെ നോക്കുക എത്ര ഡിസ്റ്റൻസ് വേണം എന്നുള്ളത്. അപ്പോൾ അതേമാതിരി ഈക്വൽ ഡിസ്റ്റൻസ് ഇട്ടിട്ട് ആ സൈഡിലുള്ള ആദ്യത്തെ ഗിയർ ലോക്ക് ബീഡ് പ്രസ് ചെയ്തിട്ട് അപ്പുറത്തെ എൻഡും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ ആദ്യത്തെ ഞാൻ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഫുൾ സെറ്റ് വെച്ചിട്ട്
ആ അപ്പുറത്തെ എൻഡിലുള്ള ഗിയർ ലോക്ക് ബീഡും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ നമ്മുടെ മാലയുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നമുക്കിത് ഇട്ട് നോക്കിയാലോ ഒന്ന്. അപ്പോൾ മാല ഇട്ട് നോക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുമാതിരി കമൻറ്റും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.